അന്നൊക്കെ ഓർത്തഡോക്സുകാരനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കലാരൂപമോ അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് പെരുന്നാൾ ദിവസം നടക്കുന്ന മാർഗം കളിയും നാടകശാലയിൽ നടക്കുന്ന നാടകങ്ങളൊക്കെ, കൺവെൻഷൻ പ്രസംഗങ്ങളൊന്നും നമുക്ക് പരിചിതമല്ലായിരുന്നു. ആ ഒരു കാലത്ത് ഈ സഭയിൽ, ഈ കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ ഉണർവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് പുത്തൻ വിശ്വാസക്കാർ വന്ന് സുവിശേഷ യോഗങ്ങൾ കൂടുന്നതറിഞ്ഞപ്പോൾ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി മാക്കാങ്കുന്ന് സുവിശേഷ യോഗങ്ങൾ ആരംഭിച്ചു, കൺവെൻഷൻ ആരംഭിച്ചു. ഇന്ന് ഈ മലങ്കര സഭയിൽ ഏത് പ്രദേശത്തും നിങ്ങൾ സുവിശേഷ യോഗങ്ങൾ കണ്ടാലും അത് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ഹൃദയത്തിൽ ഉദിച്ച ദൈവീക ആശയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഉണർവ് പ്രസ്ഥാനമല്ല, ഈ ജീവിക്കുന്ന സുവിശേഷത്തെ പറഞ്ഞു കൊടുക്കാൻ ഈ മലങ്കരയിലെ ഓർത്തഡോക്സ് സഭയ്ക്കും കഴിയുമെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്ത മെത്രാപ്പോലീത്തയായിരുന്നു പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി. അദ്ദേഹം ഗാനഗോകുലം എന്ന പേരിൽ മാത്രമല്ല